Hello everyone, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ സ്മോക്കി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വെള്ളം എടുക്കണം. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ ഏതെങ്കിലും ഒരു ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഈ ഹക്ക നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയതിന് ശേഷം നമ്മൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഓവർ കുക്ക് ആവാത്ത രീതിയിൽ നമ്മളിത് ആവശ്യത്തിന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കിത് കുക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് ഒരു 7 മിനിറ്റ്സ് ആണ്. അത് നന്നായിട്ട് ആവശ്യത്തിന് കുക്കായി വന്നപ്പോൾ ഞാനൊരു സ്ട്രെയിനറിലോട്ടിട്ട് അതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് ഗാർലിക്, ഒരു 2 ടേബിൾ സ്പൂണോളം ഗാർലിക് ചോപ്പ് ചെയ്തതും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് നമ്മളിതിൽ പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ കുറച്ച് പെപ്പറൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു ഹാഫ് സ്ലൈസ് ഓണിയൻ നമ്മളിതിൽ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാബേജ്, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, ബീൻസ് ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടി കളർഫുള്ളാക്കാനായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കഷ്ണം സുക്കീനി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർഫുള്ളാവാൻ കുറച്ച് റെഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ക്യാബേജും ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇത് സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് പെപ്പറും പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ നൂഡിൽസ് വേവിക്കുമ്പോൾ ടൈമിൽ ഉപ്പിട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ചേർക്കുമ്പോൾ അത് കൂടി പോകാതെ സൂക്ഷിക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ്, ഞാൻ ഡാർക്ക് സോയാ സോസാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും ഗ്രീൻ ചില്ലി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ റെഡ് സോസ് ആയാലും കുഴപ്പമില്ല, റെഡ് ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണോളം വിനീഗറും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പച്ചക്കറി നന്നായി ഭയങ്കരമായിട്ട് ഓവർ കുക്കൊന്നും ആവരുത്. അതിൻ്റെ ആ ഒരു ക്രിസ്പി ക്രഞ്ചിനെസ്സൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ നൂഡിൽസ് കുക്ക് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഷ്രെഡഡ് ചിക്കൻ ഉണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ സോസേജാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഒരു 2 മുട്ട നന്നായി ബീറ്റ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്തതും ചേർത്ത് കൊടുത്തിരുന്നു. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ടിപ്പ് വരുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റീൽ ബൗളിലോട്ട് ഒരു ചിരട്ടിയുടെ കഷ്ണം നന്നായിട്ട് കത്തിച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ടായി. ഇനി അതിലോട്ട് ബട്ടർ അല്ലെങ്കിൽ ഗീ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ഇതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റോളമെങ്കിലും അടച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ട് അതിലത്തെ ആ സ്മോക്കി ആ ഒരു ഫ്ലേവർ ഈ ഒരു നൂഡിൽസിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിതൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ, പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ അവർക്ക് കഴിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സ് ഒക്കെ ആയിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.